1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കൊട്ടടക്കയുടെ വിലയിൽ ഗണ്യമായി കുറവ് വന്നത് കമുങ്ങ് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. അയൽ രാജ്യങ്ങളിൽ നിന്ന് നികുതി വെട്ടിച്ച് അടക്ക സംസ്ഥാനത്തെത്തിക്കുന്നതാണ് കർഷകർക്കും വ്യാപാരികൾക്കും വിനയാവുന്നതത്രേ. വിളവെടുപ്പിന് മുൻപ് 1 കിലോ കൊട്ടയ്ക്കായുടെ വില 400 രൂപയ്ക്ക് മുകളിലെത്തിയിരുന്നു. എന്നാൽ വിളവെടുപ്പ് തുടങ്ങുകയും വില കീഴ്പോട്ടു പോവുകയും ചെയ്തത് കമുങ്ങ് കർഷകരെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. മുൻവർഷം 1 കിലോ പഴുക്ക 70 രൂപ വരെ വിലയുണ്ടായിരുന്നു. എന്നാൽ 50 രൂപ മുതൽ 55 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. ശ്രീലങ്ക, ബർമ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമാണ് നികുതി വെട്ടിച്ച് അടയ്ക്ക രാജ്യത്തെത്തിക്കുന്നത് അത്രേ. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അടയ്ക്കയ്ക്ക് 105% നികുതിയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ അടക്കം കമുങ്ങ് കർഷകരെ വിലയിടിവിൽ നിന്നും സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ അടയ്ക്കയുടെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത്. എന്നാൽ ഇറക്കുമതി ചെയ്യുന്ന നികുതി കുറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ മറവിലും അടയ്ക്ക രാജ്യത്തെത്തിക്കുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ചെറുകിട കച്ചവടക്കാരാണ്. ഇപ്പം തോട്ടൊക്കെ പാട്ടെടുത്ത് അസാധ്യ വിലക്കെടുത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ വില കൂട്ടിയിട്ടാണ് ഈ കൊല്ലം ഈ പ്രാവശ്യം ഞങ്ങളൊക്കെ അടക്ക പാട്ടെടുത്തത്. ഒക്കെ തോട്ടത്തിന് 2 ലക്ഷം 3 ലക്ഷം ഉറുപ്പ് കൊടുത്തിട്ട് ഇപ്പോൾ ആണെങ്കിൽ 2 ലക്ഷം രൂപ തോട്ടത്തിന് അടക്ക ആക്കി വെച്ച് വന്നപ്പോൾ ഈ അടക്ക 1 ലക്ഷം രൂപേൻ്റെ അടക്ക തന്നെ കിട്ടാത്ത ഭാഗമാണ് കാണുന്നത്. ഒന്നുമില്ല നമ്മൾ ഈ കർക്കിടം ചിങ്ങത്തിലെ തോട്ടെടുക്കൽ അടക്ക കാണാനാവുമ്പോൾ ഇതിപ്പോൾ ഈ പ്രാവശ്യം അടക്കാണെങ്കിൽ ഈ ഇടമഴ ഇല്ലാത്ത കാരണത്തിലുള്ള അടക്ക ചെറിയ കൂരടക്കായി മാറിയേക്കുക. ഇതാണ് ഈ കടക്കാരെടുക്കാൻ സമ്മതിക്കുന്നില്ല. 45 രൂപ 50 രൂപയാണ് മാർക്കറ്റ് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ അടക്കൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ചാക്കാക്കിയിട്ടേക്കാണ് ഉണക്കിയാണ്ട്. ഇനിയെങ്കിലും പ്രതീക്ഷ വില കൂടുന്നുള്ള പ്രതീക്ഷയോട് നിൽക്കുകയാണ്. ഇത് ബുദ്ധിമുട്ടായി ബാങ്കിൽ സ്വർണം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പാട്ടെടുക്കുന്നത്. അതുപോലെ തന്നെ കൃഷിക്കാർ കൃഷി ഉണ്ടാക്കിയവർക്ക് അവർക്കും തന്നെ നഷ്ടമാണ്. ഒരു തോട്ടത്തിന് കഴിഞ്ഞ 3 ലക്ഷം രൂപയ്ക്ക് തോട്ടം കൊടുത്തത് ഈ പ്രാവശ്യം 50,000 25,000 രൂപയ്ക്ക് കച്ചവടക്കാർ പറയുന്നത്. അത് പറയുമ്പോൾ അവർ ഈ കച്ചവടക്കാർ അമിത ലാഭം എടുക്കാമെന്നുള്ള പ്രതീക്ഷയിൽ അവർ തോട്ടം തരില്ല. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 3 ലക്ഷം രൂപയുടെ തോട്ടം എടുത്ത് 2 ലക്ഷം 2 ലക്ഷത്തിലൊക്കെ വാങ്ങിയിരുന്നു. അതും കടം വാങ്ങിയാണ്ട് ഇങ്ങനെ ഇതുകൊണ്ട് സർക്കാർ ഇതിന് തീരുമാനം കാണി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അടക്ക ഇപ്പോൾ പൊതുവേ നമുക്ക് വിലയും കമ്മിയാണ്. അടക്ക വളരെ വിളവുകളും കമ്മിയാണ്. കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ഈ വർഷം പകുതിക്കുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അടക്കയ്ക്ക് കുറച്ച് വില ഉണ്ട്. അതിൻ്റെ തെരുവുകൾക്കൊക്കെ പറ്റ വില കമ്മിയാണ്. ഇപ്പോൾ 300 250 കിട്ടിയതിന് ഇപ്പം 100 രൂപ കിട്ടണുള്ളൂ. മറ്റേ അടക്കക്കൊക്കെ ഇപ്പോൾ പുതിയ അടക്കൊക്കെ ആണെങ്കിൽ ഒരു 300 ചോട 250 300 അടുത്താണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കൂലി ചെലവൊക്കെ കഴിച്ചാൽ പിന്നെ അതൊന്നും വേറെ മെച്ചമൊന്നുമില്ല. മഹാരാഷ്ട്ര, ഗുജറാത്ത്, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് അടയ്ക്കയുടെ ഉപയോഗം. വിവിധ തരത്തിലുള്ള പാൻ ഉൽപ്പന്നങ്ങളാക്കിയാണ് ജനങ്ങൾ അടയ്ക്ക ഉപയോഗിച്ചു വരുന്നത്. റബ്ബർ മുറിച്ചു മാറ്റി കമുങ്ങ് കൃഷി ചെയ്തവരും വിലത്തകർച്ചയെ തുടർന്ന് വെട്ടിലായി. വർഷം കഴിയുന്തോറും ഉൽപാദന ചെലവിലുള്ള വർധനവിനനുസരിച്ച് വിളകൾക്ക് ഉയർന്ന വില ലഭിക്കാതായതോടെ കമുങ്ങ് കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് മലയോര കർഷകർ പറയുന്നത്. അതേസമയം അടയ്ക്കയുടെ വിളവെടുപ്പ് തുടങ്ങുമ്പോൾ വൻകിട വ്യവസായികൾ വില ഇടിക്കാൻ ശ്രമിക്കുന്നതായും കർഷകർക്കിടയിൽ അഭിപ്രായമുണ്ട്. ഇത് ഒന്നുകിൽ ഈ ഇറക്കുമതി നിർത്തുക. ഇറക്കുമതി നിർത്തുമ്പോൾ കയറ്റുമതി എടുക്കുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കൊട്ടരക്കൻ്റെ പരിപ്പിന് 500 രൂപ 600 രൂപ വില ഉള്ളതാണ്, 550 രൂപയൊക്കെ. അതേസമയം ഈ പ്രാവശ്യം 270 300 320 രൂപയാണ് ഈ പ്രാവശ്യത്തെ വില ഉള്ളത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഭയങ്കര നഷ്ടത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. കൃഷിക്കാരാണെങ്കിൽ അവരും നഷ്ടത്തില്ല. അവരെ ഒരു ആവേശം വെച്ചാണ് തോട്ടം കച്ചവടം ചെയ്യുമ്പോൾ പൈസ കിട്ടുള്ള ആവശ്യം അവരും കഷ്ടത്തിലാണ്. പിന്നെ റബ്ബർ മുറിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം കുറേ തോട്ടം എടുത്തത്. അതും പൊട്ടമണിയാണ് അവർ ചെയ്തത്. റബ്ബർ പറഞ്ഞാൽ നല്ല വിലയാണ്. ആ തോട്ടം മുറിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം കവുങ്ങ് തൈ വെച്ച് പിടിപ്പിക്കുക. കവുങ്ങാകുമ്പോൾ മഞ്ഞളിപ്പും മാളിയും പൊയ്ച്ചിലും അതങ്ങനെയും നഷ്ടവും ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഓൽക്ക് വളരെ അധികം നഷ്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താ പറയുക, കവുങ്ങ് കേടുപാട് പറ്റിയോണ്ടല്ലേ. അടക്കക്ക് ഇപ്പോൾ ഈ വില നിന്നാലും മെച്ചല്ലേന്, മോശമില്ലാത്ത സ്ഥിതിയിൽ അങ്ങനെ പോയിന്. ഇനിയിപ്പോൾ കവുങ്ങുകളൊക്കെ നശിച്ചു പോവുക. കവുങ്ങിൻ്റെയൊക്കെ പിന്നെ രോഗങ്ങൾ വന്നുകൊണ്ട് കവുങ്ങുമേൽ അടക്കമില്ലാതായി. പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ പിന്നെ കവുങ്ങുമേലൊന്നും തീരെ ഈ വർഷം തീരെ അടക്കമില്ലാതായി. ഇപ്പോൾ തെങ്ങിന് തേങ്ങക്ക് വില ഉണ്ടെങ്കിലും തെങ്ങുമ്മൽ തേങ്ങ വളരെ കമ്മിയാണ്. തേങ്ങ ഉണ്ടാകുന്നില്ല ഈ ചൂട് കാരണം. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്.